ഉണ്ടാക്കുന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ചേന ഇഷ്ടമുള്ളവരെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്യണം. ഇതുവരെ ഇത് ട്രൈ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ദയവായി കമന്റ് ഇടണേ. നമ്മളെല്ലാവരും ചേന ഫ്രൈ ചെയ്യാറുണ്ട്. എണ്ണയിൽ നന്നായിട്ട് വറുത്തു കോരിയാണ് കൂടുതലും ആൾക്കാർ ചെയ്യുന്നത്. എന്നാൽ ഇത് ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. അതിനായി ഞാനിവിടെ കുറച്ച് ചേന, ഒരു 1/4 കിലോയോളം വരും ചേന ഞാൻ ഈ ഷേപ്പിൽ കട്ടി കുറച്ചാണ് പീസാക്കിയേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും പീസാക്കി കണ്ടോ, കട്ടി തീരെ കുറവാണേ. ഇനി നമുക്ക് കുറച്ച് മസാല ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കുഞ്ഞു കഷണം ഇഞ്ചിയും ഒരു 10-12 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചതാണ്. ഇത് നന്നായിട്ട് പേസ്റ്റ് ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. മുളക് പൊടി നിങ്ങളുടെ എരി എത്രയും വേണോ അതനുസരിച്ച് ചേർക്കാമേ. ഞാനിവിടെ ഈ സ്പൂണിന് ഒരു 1.5 സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്, ലേശം എണ്ണ, സൺഫ്ലവർ ആണ് ഞാൻ എടുക്കുന്നത്, ഒരു 1/2 ടീസ്പൂൺ അത്രയും മതി. പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു ലേശം കണ്ടോ, ഒരു നുള്ള് കായപ്പൊടി. ഇത് ഡൈജഷൻ നന്നായിട്ട് നടക്കാനും അസിഡിറ്റി ഒന്നും ഉണ്ടാകാതിരിക്കാനും വേണ്ടിയാണ്. ഇനി ഇത് നന്നായിട്ട് പേസ്റ്റ് ആക്കാം. ഒരു തുള്ളി വെള്ളം ഒഴിക്കാം. ഒത്തിരി ആവല്ലേ, ഒത്തിരി ആയാൽ വെള്ളമായി പോകും, നമ്മുടെ ചേനക്കകത്തത് പിടിക്കില്ല. മസാലയുടെ കൺസിസ്റ്റൻസി കണ്ടോ, ഈ പരുവം. ഇനി നമുക്ക് ഇത് ചേനക്കകത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. നമ്മൾ മീൻ ഫ്രൈക്കൊക്കെ എങ്ങനെയാ അതുപോലെ തന്നെ സെയിം. ഒത്തിരി കട്ടി കുറച്ചാണ് നിങ്ങൾ അരിഞ്ഞതെന്നുണ്ടെങ്കിൽ ആ മസാല പുരട്ടുമ്പോൾ അത് ഒടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ. അപ്പൊ ഞാൻ ഇതെല്ലാം ഒന്ന് മസാല പുരട്ടി എടുക്കട്ടെ. എല്ലാത്തിലും നന്നായിട്ട് മസാല പുരണ്ടിട്ടുണ്ട്. ഇതുപോലെ 2 സൈഡും നല്ലപോലെ പുരളണേ. ഇനി നമുക്ക് കുറഞ്ഞത് ഒരു 5 മിനിറ്റ് എങ്കിലും ഇങ്ങനെ ഇരിക്കട്ടെ. ആ ഉപ്പും എരിയൊക്കെ ഒന്ന് പിടിക്കട്ടെ. ചേനയല്ലേ, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഈ ഉപ്പൊന്നും പിടിച്ചില്ലെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് കാണില്ല. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇത് അടച്ചു വെക്കാം. ഇപ്പൊ പാൻ ചൂടായി, അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നേ. ഒത്തിരി വേണ്ട കേട്ടോ. ഇതേ കണ്ടോ, ജസ്റ്റ് ഒന്ന് നഗക്കെ ഒരിച്ചിരി ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഇത് ഓരോന്നായി വെച്ചു കൊടുക്കാം. തീ ഏറ്റവും കുറച്ചിട്ടാണ് ഞാൻ ഇട്ടത്. ഇനി ലേശം മീഡിയത്തിലാക്കാം. എണ്ണ ഞാനിപ്പോ ഒഴിച്ചതിന് അത്രയും ഒഴിച്ചില്ലേലും കുഴപ്പമില്ല കേട്ടോ, ലേശം കൂടുതലാവുകയാണ്. ഇത് വെറുതെ കഴിക്കാനും ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാനും നല്ല ടേസ്റ്റ് കേട്ടോ. ചോറിന് നമ്മൾ ഈ മെഴുക്ക് പുരട്ടി, മീൻ ഫ്രൈ ഒക്കെ യൂസ് ചെയ്യത്തില്ലേ, അതിന് പകരമായിട്ട് ഇത് നമുക്ക് എടുക്കാം. പിന്നെ നമുക്കിതൊന്ന് തിരിച്ചിടാം. അത് മൊരിയുന്നതിനനുസരിച്ച് നമുക്ക് തിരിച്ചും മറിച്ചു ഇടാമേ. ഈ കട്ടി കുറച്ചരിഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇത് വറുത്ത് കിട്ടാനാ. കട്ടി കൂടുതലുണ്ടെങ്കിൽ അത് വേവാൻ ടൈം എടുക്കും. ഞാൻ തീ ലേശം കൂട്ടിയാണ് ഇട്ടേക്കുന്നത്. ആദ്യം തന്നെ ഒത്തിരി കൂട്ടിയിടണ്ട, കാരണം അത് വേവില്ലാകാം. ലേശം ഒന്ന് മൊരിഞ്ഞ് വന്ന ശേഷം തീ കൂട്ടിയാൽ മതി. ഇത് വെറും 2-3 പ്രാവശ്യമല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചു മറിച്ചു വിടണേ. അപ്പൊ ഇത് ഫ്രൈ ആയി. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ ബാക്കിയും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ബാച്ചും റെഡിയായി. ഇതിൽ തന്നെ ഇട്ട് ക്രിസ്പി ആവുന്നത് വരെ ഇട്ടേക്കണ്ട കേട്ടോ. ഇത് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ടങ്ങ് ക്രിസ്പി ആവും. വെന്തൂന്ന് നിങ്ങൾക്ക് ഉറപ്പായാൽ അപ്പൊ തന്നെ മാറ്റിയേര്. ഇതിപ്പോ നല്ല പരുവമായി. ഇത് നമുക്ക് കോരി മാറ്റാം. അപ്പൊ ഇനി കുറെ 1-2 പ്രാവശ്യത്തേക്ക് കൂടിയുണ്ട്. ഞാൻ അതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഞാൻ ഈ എണ്ണ തന്നെയാണ് ലാസ്റ്റ് വരെ ചെയ്യുന്നത്, പിന്നെ എക്സ്ട്രാ എണ്ണ ഒഴിക്കുന്നില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഗോഡ് ബ്ലസ് യു.